ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കളങ്കാവൽ, മമ്മൂക്കയുടെ കളങ്കാവൽ സിനിമ ഇന്നലെ കണ്ടു. ഞാൻ പൊതുവെ സിനിമ റിവ്യൂ ചെയ്യാറില്ല, എന്നാലും സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും ഗുണമാവും എന്ന് കരുതി പറയുന്നതാണ്. സിനിമ കണ്ടപ്പോൾ തോന്നിയ എൻ്റെ ഒപ്പീനിയനാണ്. അതായത് നമുക്കറിയാം, ഈ സിനിമ ഒരു നടന്ന കഥയാണ്. ആന്ധ്രയിൽ നടന്ന കൊലപാതക പരമ്പരയാണ്. മലയാളി പെൺകുട്ടി അടക്കം 21 പേരെ ബലാത്സംഗം ചെയ്തു വന്ന സയനൈഡ് മോഹനന്റെ കഥയാണ്. കഥ അതുപോലെ എടുത്തു വെച്ചിട്ടില്ല. ചില മാറ്റങ്ങൾ, ട്വിസ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ വളരെ അതിഗംഭീരമായ സിനിമ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മമ്മൂട്ടി ഇതുപോലൊരു ക്യാരക്ടർ ചെയ്യാൻ മമ്മൂട്ടി തയ്യാറായെന്ന് പറയുന്നത് ഭയങ്കര തന്നെയാണ്. അതായത് നേരത്തെ ലാലേട്ടനൊക്കെ ചെയ്തിട്ടുണ്ട്, സാധകം പോലുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, പല താരങ്ങളും പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ, ഇപ്പൊ സ്റ്റാർഡത്തിന് പുറകെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ഒരു അവസ്ഥയിൽ മമ്മൂട്ടി ഇതുപോലൊരു ക്യാരക്ടർ ചെയ്യാൻ തയ്യാറായെന്ന് പറയുന്നത് വളരെ അഭിനന്ദനാർഹം തന്നെയാണ്. വില്ലനാണ്, അതികൊടൂര വില്ലനാണ്. ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം എടുത്ത തയ്യാറെടുപ്പുകൾ, ആ ഒരു ഭാഷ പഠിച്ചതും തിരുവനന്തപുരം ഭാഷ കൈകാര്യം ചെയ്തിരിക്കുന്ന രീതി, 74 വയസ്സുള്ള ഒരു വ്യക്തി ഒരു 40-45 വയസ്സുള്ള ഒരാളുടെ സൗണ്ട് പോലെ അതുപോലെ മോഡുലേറ്റ് ചെയ്ത് പറഞ്ഞതുമൊക്കെ വളരെ ഗംഭീരമാണ്. ഇന്റർവെൽ പഞ്ചൊക്കെ സാധാരണഗതിയിൽ ഇപ്പൊ നമുക്ക് എല്ലാം ഊഹിക്കാൻ പറ്റുന്നതാണ് എല്ലാ സിനിമകളും കാണിക്കുന്നത്. ഇതിലതല്ല, വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് വളരെ ഗംഭീരമാണ്. അത്യാവശ്യം ടെസ്റ്റുകളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. ഏക പോരായ്മയായി തോന്നിയത് വിനായകന്റെ ഇന്റർവെൽ വരെയുള്ള ഒരു അഭിനയമാണ്. കൺട്രോൾ ചെയ്ത് അഭിനയിച്ച പോലെ തോന്നി. അയന ലളിതമായി അഭിനയിക്കുന്ന വിനായകന് അതിവിടെ കൈമോശം. വിനായകൻ ഒരു പ്രതിമയെ പോലെ ആരൊക്കെയോ പറഞ്ഞിട്ട് എന്തോ ചെയ്യിക്കുന്ന രീതിയിലാണ് തോന്നിയത്. ഇന്റർവെല്ലിന് ശേഷം മാറ്റം വന്നിട്ടുണ്ട്. വളരെ നന്നായി ബാക്കി അങ്ങോട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്റർവെല്ലിൽ വരെ എന്തോ ഒരു പാകപ്പിഴ. ഡയറക്ടർ ഒരു പക്ഷേ കൺട്രോൾ ചെയ്ത് അദ്ദേഹത്തെ കൊണ്ട് പോലീസിന്റെ മാനറിസം വരുത്താൻ വേണ്ടി ചെയ്യിപ്പിച്ചാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. എനിവേ, ഗംഭീര സിനിമയാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് കാണാം. വളരെ നല്ല സിനിമ തന്നെയാണ്. നെഗറ്റീവ് ഷെയ്ഡാണ്, ഒരു ഹീറോയിസം ഇല്ല. കഥയ്ക്കനുസരിച്ച് സിനിമ എടുത്തിരിക്കുകയാണ്. നല്ല സിനിമ.